ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന വിശേഷണമാണ് കേരളത്തിന്. എന്നാൽ അതിലേറെ ചേരുന്നത് അമ്മ ദേവതാ സങ്കല്പങ്ങളുടെ പുണ്യഭൂമി എന്നതാകും. ചൈതന്യ സ്വരൂപിണിയായ ജഗദീശ്വരി ആദിപരാശക്തിയെ ഇത്രമേൽ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്ന മറ്റൊരിടം ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. മൂകാംബികയിൽ നിന്നും കന്യാകുമാരിയിലേക്ക് ഭാർഗവ കേരളത്തിലൂടെ ഒരു അയനം നടത്തിയാൽ ആ ബന്ധം എത്രത്തോളം ദൃഢവും ശക്തവുമാണെന്ന് നമുക്ക് കാണാം. ഇത്തരത്തിൽ ഭക്തരുടെ എല്ലാ ആവലാതികൾക്കും അവസാന വാക്കായി സർവ ഐശ്വര്യപ്രദായിനിയും ഇഷ്ടവരദായിനിയുമായി കൊടുങ്ങല്ലൂരമ്മയുടെ സർവചൈതന്യവും ആവാഹിച്ച് ചെട്ടികുളങ്ങരയിൽ അമ്മ കുടികൊള്ളുന്നു. പരദേവതയായും കുലദേവതയായും ദേശദേവതയായും ഓണാട്ടുകരക്കാരുടെ സ്വന്തം ചെട്ടികുളങ്ങരയമ്മ. ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര താലൂക്കിൽ കായംകുളം തിരുവല്ല സംസ്ഥാന പാതയിൽ കായംകുളത്തിനും മാവേലിക്കരയ്ക്കും മധ്യേ ചെട്ടികുളങ്ങരയിൽ ആണ് ചെട്ടികുളങ്ങര അമ്മ എന്ന ഭഗവതിയുടെ വിശ്വപ്രസിദ്ധമായ ക്ഷേത്ര സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ദാരികനെ വധിച്ച ശേഷമുള്ള ശ്രീ ഭദ്രകാളിയുടെ ഭാവം ഉൾക്കൊള്ളുന്ന പ്രതിഷ്ഠയാണ് ഇവിടെ. മാവേലിക്കര പട്ടണത്തിൽ നിന്നും 5 കിലോമീറ്റർ മാറിയും കായംകുളത്തിന് വടക്കായി 6 കിലോമീറ്റർ മാറിയുമാണ് ഈ പുണ്യഭൂമി. കിഴക്ക് ദർശനമായാണ് ഭദ്രകാളി പ്രതിഷ്ഠ. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ബഹുപേര വിധിപ്രകാരമാണ് ചെട്ടികുളങ്ങരയിലെ ഭഗവതി പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. ഒന്നിൽ കൂടുതൽ ബിംബങ്ങൾ അല്ലെങ്കിൽ രൂപങ്ങൾ ചേർന്നുള്ള പ്രത്യേക പ്രതിഷ്ഠാരീതിയാണ് ബഹുപേര വിധി. ചെട്ടികുളങ്ങരയിൽ ശ്രീകോവിലിനുള്ളിലായി ഇത്തരത്തിൽ വരിക്കപ്ലാവിന്റെ തടിയിൽ കൊത്തിയെടുത്ത ശ്രീ ഭദ്രകാളിയുടെ ദാരുവിഗ്രഹം, ആരാധനയ്ക്കായി ഉപയോഗിക്കുന്ന കണ്ണാടിയിലെ ചെറിയ കർമ്മബിംബം, ദേവിയുടെ ചൈതന്യം ഉൾക്കൊള്ളുന്ന ഗുരുസിബിംബം എന്നിവയാണ് ഉള്ളത്. ക്ഷേത്രത്തിന്റെ കിഴക്കേ നടവഴി ഭക്തർക്ക് ഉള്ളിലേക്ക് പ്രവേശനം ഇവിടെയില്ല. ദർശനത്തിനെത്തുന്ന ഭക്തർ വടക്കേ നടവഴിയാണ് നാലമ്പലത്തിനുള്ളിൽ പ്രവേശിക്കേണ്ടത്. കേരളീയ പരമ്പരാഗത നിർമ്മാണ വൈദഗ്ധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ മഹാക്ഷേത്രത്തിന് ഏകദേശം 1200 വർഷം പഴക്കം കണക്കാക്കപ്പെടുന്നു. ശ്രീ ആദിശങ്കരന്റെ ശിഷ്യനായ പത്മപാദ ആചാര്യനാൽ ക്രിസ്തുവർഷം 843 മകരമാസത്തിലെ ഉത്രട്ടാതി നാളിലാണ് ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടതെന്നാണ് ചരിത്രകാരന്മാരുടെ നിഗമനം. എന്നാൽ കാലാകാലങ്ങളിൽ പല മാറ്റങ്ങൾക്കും ക്ഷേത്രം വിധേയമായിട്ടുണ്ട്. മുഖ്യപ്രതിഷ്ഠ കൂടാതെ മഹാഗണപതി, യക്ഷിണി, നാഗരാജാവ്, നാഗയക്ഷി, ബാലകൻ, മൂർത്തി, യോഗീശ്വരൻ, തേവാരമൂർത്തി, കണ്ണമ്പള്ളി ഭഗവതി, രക്ഷസ്, വല്യച്ചൻ എന്നീ ഉപദേവതാ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട്. മൂലസ്ഥാനമായി ചെറിയ ഒരു ക്ഷേത്രവും ഇവിടെ കാണാം. ഒപ്പം സംരക്ഷിതമായ ഒരു കാവും മനോഹരമായ ക്ഷേത്രക്കുളവും ചെട്ടികുളങ്ങരയുടെ പ്രത്യേകതയാണ്. ചെട്ടികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ തന്ത്രി കുടുംബം പ്ലാക്കുടി ഇല്ലം ആണ്. പുറപ്പെടാ ശാന്തി സമ്പ്രദായമാണ് ഇവിടെ നിലനിൽക്കുന്നത്. യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ചെട്ടികുളങ്ങര ഭരണി എന്ന പേരിൽ വിശ്വപ്രസിദ്ധമായ കുംഭഭരണിയാണ് ക്ഷേത്രത്തിലെ പ്രധാന വാർഷിക ഉത്സവം. 13 കരകൾക്ക് നാഥയാണ് ഭഗവതി. ക്ഷേത്രത്തിന്റെ 4 ഭാഗങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന ഈരേഴ തെക്ക്, ഈരേഴ വടക്ക്, കൈത തെക്ക്, കൈത വടക്ക് എന്നീ കരകളുടെയും കണ്ണമംഗലം തെക്ക്, കണ്ണമംഗലം വടക്ക്, പേള, കടവൂർ, ആഞ്ഞിലിപ്ര, മറ്റം വടക്ക്, മറ്റം തെക്ക്, മേനാമ്പള്ളി, നടക്കാവ് എന്നീ 9 കരകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആണ് ചെട്ടികുളങ്ങര കുംഭഭരണി മഹോത്സവം കൊണ്ടാടുന്നത്. 13 കരകളിൽ നിന്നുമായി 6 കുതിരകളും 5 തേരും ഭീമനും പാഞ്ചാലിയും ഹനുമാനും ഉൾപ്പെടുന്ന കെട്ടുകാഴ്ചയാണ് ഭരണിക്ക് അണിനിരക്കുന്നത്. ഭക്തർ ഉത്സവകാലത്തു നടത്തുന്ന കുത്തിയോട്ടമാണ് ഉത്സവകാലത്തെ പ്രധാന വഴിപാടുകളിൽ പ്രധാനം. പ്രത്യേക ഈണത്തിലും താളത്തിലും ചിട്ടപ്പെടുത്തിയ ദേവീസ്തുതികൾക്കൊപ്പം വ്രതാനുഷ്ഠാനങ്ങളോടെ പരിശീലനം ലഭിച്ച ബാലന്മാർ അമ്മയ്ക്ക് മുൻപിൽ കുത്തിയോട്ട ചുവടുകൾ വയ്ക്കുന്നു. ഓരോ കുത്തിയോട്ട സംഘങ്ങൾക്കും ഓരോ ആശാന്മാർ ഉണ്ടായിരിക്കും. ബാലന്മാരെ ഒരുക്കി തലയിൽ കിന്നരി വെച്ച തൊപ്പി, മണിമാല, കയ്യിൽ മടുവും കാപ്പും എന്നിവ ധരിപ്പിച്ച ശേഷം ദേഹമാസകലം കളഭം പൂശി തട്ടുടുപ്പിച്ച് അതിനു മുകളിലായി വാഴയില വാട്ടിക്കെട്ടി അരമണി ചാർത്തി 2 കൈകളും ശിരസിന് മുകളിൽ ചേർത്തുപിടിച്ച് കയ്യിൽ പഴുക്കാപ്പാക്ക് തറച്ച കത്തി പിടിപ്പിക്കും. പിന്നീട് കുട്ടിയുടെ അരയിൽ സ്വർണമോ വെള്ളിയോ കൊണ്ട് നിർമ്മിച്ച നൂൽ കോർക്കും. ഇതാണ് ചൂരൽ മുറിക്കൽ എന്ന ചടങ്ങ്. വെഞ്ചാമരം കൊണ്ട് വീശിയും പനിനീർ തളിച്ചും ഘോഷയാത്രയായാണ് ബാലന്മാരെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നത്.
ലോഹനൂൽ ഊരിയെടുത്ത് ഭദ്രാദേവിക്ക് സമർപ്പിക്കുന്നതോടെ കുത്തിയോട്ടം വഴിപാട് പരിസമാപ്തിയാകും. ദാരികനെ നിഗ്രഹിച്ച ഭഗവതിയുടെ ഭടന്മാർ ആയാണ് കുത്തിയോട്ട ബാലന്മാരെ സങ്കല്പിക്കുന്നത്. ഉത്സവാഘോഷങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഭഗവതിയുടെ പറക്കെഴുന്നള്ളിപ്പും കുടിയെഴുന്നള്ളത്തും. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ മെഴുവട്ടക്കുടകൾക്കൊപ്പം ജീവതയിലേറി ആഹ്ലാദവതിയായ അമ്മ ഭക്തരെ കാണാൻ വീടുകളിലേക്ക് പുറപ്പെടുന്നു. ഭഗവതി കൈവട്ടകയിലേറി ഈരേഴ തെക്ക് ചെമ്പോലിൽ വീട്ടിലെത്തി കൈനീട്ടപ്പറ സ്വീകരിക്കുന്നതോടെയാണ് പറയെടുപ്പിന് ആരംഭമാകുന്നത്. പറയെടുപ്പിനോട് അനുബന്ധിച്ച് അൻപൊലിയും പോളവിളക്കും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലും മറ്റും ഇറക്കിപ്പൂജയും നടക്കുന്നു. ക്ഷേത്രത്തിന് പുറത്ത് ഭഗവതി ദീപാരാധന സ്വീകരിക്കുന്ന ഏക സ്ഥലമാണ് ആഞ്ഞിലിപ്ര പുതുശ്ശേരി അമ്പലം. പറയെടുപ്പിനോട് അനുബന്ധിച്ച് മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, കണ്ണമംഗലം മഹാദേവ ക്ഷേത്രം എന്നിവിടങ്ങളിലെ കുടിയെഴുന്നള്ളത്ത് പ്രസിദ്ധമാണ്. ഉത്സവത്തോടനുബന്ധിച്ച് ഭക്തജനങ്ങൾ നടത്തുന്ന വിശേഷ നേർച്ചയാണ് കുതിരമൂട്ടിൽ കഞ്ഞി. പരമ്പരാഗതമായ രീതിയിൽ തന്നെയാണ് ഇന്നും ഈ ചടങ്ങ് നടന്നു വരുന്നത്. ഭഗവതി ചെട്ടികുളങ്ങരയിൽ ആദ്യമായി എത്തിയപ്പോൾ കഴിച്ച ആഹാരം എന്ന ഐതിഹ്യവും ഈ ചടങ്ങിന് പിന്നിലുണ്ട്. ഇലയും തടയും പ്ലാവിലയും ഉൾപ്പെടെ പാരമ്പര്യത്തെ മുറുകെ പിടിച്ചാണ് ഇന്നും ഈ ആഘോഷം കൊണ്ടാടുന്നത്. മുതിരപ്പുഴുക്കും അസ്ത്രവും കടുമാങ്ങയും ഇതിലെ ഒഴിച്ചുകൂടാനാവാത്ത വിഭവങ്ങളാണ്. കുംഭഭരണിയോട് അനുബന്ധിച്ച് നടക്കുന്ന ഭരണിച്ചന്ത ഓണാട്ടുകരയുടെ കാർഷിക സംസ്കാരത്തിന്റെ മുഖമുദ്ര കൂടിയാണ്. കുംഭഭരണിക്ക് ശേഷം മീനമാസത്തിലെ അശ്വതി നാളിന് മുൻപായി ഓരോ ദിവസവും ഓരോ കരയ്ക്ക് എന്ന ക്രമത്തിൽ 13 ദിവസത്തിലായി എതിരേൽപ്പ് മഹോത്സവം നടക്കുന്നു. കരക്രമത്തിലാണ് എതിരേൽപ്പ് നടക്കുക. 1-ാം ദിനത്തിൽ ഈരേഴ തെക്ക് കരയുടെ എതിരേൽപ്പ് ഘോഷയാത്രയോടനുബന്ധിച്ച് ഭദ്രകാളി മുടി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തുന്നു. തുടർന്ന് ഭദ്രകാളി മുടി പാട്ടമ്പലത്തിൽ വെച്ച് തോറ്റം പാട്ടും നടത്തുന്നു. ക്രമത്തിൽ ബാക്കി 12 കരക്കാരും ഓരോ ദിവസങ്ങളിലായി എതിരേൽപ്പ് ഉത്സവം നടത്തുന്നു. ക്ഷേത്രാവകാശികളായ 13 കരകളുടെയും ഏകീകൃത സംഘടനയായ ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷന്റെ നേതൃത്വത്തിൽ മകരമാസത്തിലെ കാർത്തിക നാളിൽ അമ്മയുടെ ഇഷ്ട വഴിപാടുകളിൽ ഒന്നായ കാർത്തിക പൊങ്കാല നടക്കുന്നു. കൊടുങ്ങല്ലൂർ അമ്മയുടെ അംശമായ ചെട്ടികുളങ്ങര ഭഗവതി വർഷം തോറും മീനഭരണി നാളിൽ കൊടുങ്ങല്ലൂർ കാവിൽ പോകുമെന്നാണ് വിശ്വാസം. അതിനാൽ തന്നെ തങ്ങളുടെ ദേശദേവതയ്ക്ക് കാഴ്ചവിരുന്നൊരുക്കാൻ തലേ ദിവസമായ അശ്വതിക്ക് ചെറുതും വലുതുമായ 100-ലധികം കെട്ടുകാഴ്ചകളുമായി ചെറുബാല്യക്കാർ അമ്മയ്ക്ക് മുൻപിലെത്തുന്നു. ഒരു ദേശദേവതയും ആ ദേശക്കാരും തമ്മിലുള്ള വൈകാരിക ബന്ധത്തിന്റെ തോത് അളക്കണമെങ്കിൽ അമ്മ ചെട്ടികുളങ്ങരയിൽ നിന്നും വിട പറയുന്ന ഈ ദിവസം ചെട്ടികുളങ്ങരയിൽ എത്തിയാൽ മതിയാകും. ഒരു ദിവസത്തേക്ക് മാത്രമെങ്കിലും അമ്മയുടെ അസാന്നിധ്യം ചെട്ടികുളങ്ങരയിൽ ഉണ്ടാക്കുന്ന വൈകാരിക മുഹൂർത്തങ്ങൾ ഈ ദിനം നമുക്ക് ഈ പുണ്യഭൂമിയിൽ ദർശിക്കാൻ സാധിക്കും. ഇത് ചെട്ടികുളങ്ങരയുടെ മാത്രം പ്രത്യേകതയാണ്. മീനഭരണി ദിനത്തിൽ അമ്മ കൊടുങ്ങല്ലൂർ ആയതിനാൽ അന്നേ ദിവസം ചെട്ടികുളങ്ങര നട തുറക്കാറില്ല. പിറ്റേന്ന് കാർത്തിക നാളിൽ തിരുവാഭരണം ചാർത്തി സർവാഭരണ വിഭൂഷിതയായി അമ്മ തന്റെ മക്കൾക്ക് ദർശന സായുജ്യം നൽകുന്നു. ഇതോടെ ഓണാട്ടുകരയുടെ ഒരു വർഷത്തെ ആഘോഷങ്ങൾക്കും സമാപനം കുറിക്കുന്നു. ചെട്ടികുളങ്ങരയിലെ വിശേഷാൽ വഴിപാടുകളിൽ ഒന്നാണ് ചാന്താട്ടം. ചെട്ടികുളങ്ങര അമ്മയുടെ പ്രീതിക്കായി നടത്തുന്ന പ്രധാന വഴിപാടുകളിൽ ഒന്നാണിത്. പച്ചത്തേക്കിന്റെ കാതൽ, പച്ചകർപ്പൂരം, രാമച്ചം, ചന്ദനത്തടി, രക്തചന്ദനം, കസ്തൂരി, കുങ്കുമം, എള്ളെണ്ണ എന്നീ അഷ്ടദ്രവ്യങ്ങൾ ചേർത്ത് പ്രത്യേക രീതിയിൽ തയ്യാറാക്കുന്ന ദ്രാവക രൂപത്തിലുള്ള മിശ്രിതം 9 കുടങ്ങളിലാക്കി പൂജിച്ച് ഉച്ചപൂജയുടെ സ്നാനഘട്ടത്തിൽ മൂലബിംബമായ ദാരുശില്പത്തിൽ അഭിഷേകം ചെയ്യുന്ന ചടങ്ങാണ് ചാന്താട്ടം. ആഗ്രഹ സാഫല്യത്തിനായി ഭക്തർ നടത്തുന്ന ഈ വഴിപാടിന്റെ ബുക്കിംഗ് വരും വർഷത്തിലേക്കുൾപ്പെടെ പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. ഈ അടുത്ത കാലയളവിൽ പ്രശസ്ത തെന്നിന്ത്യൻ സിനിമാ താരം നയൻതാര കുടുംബസമേതം ചെട്ടികുളങ്ങരയിൽ ചാന്താട്ടം വഴിപാട് നടത്തിയത് മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. നിലവിൽ 1350 രൂപയാണ് വഴിപാട് നിരക്ക്. കായംകുളം തിരുവല്ല സംസ്ഥാന പാതയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിലേക്ക് കായംകുളം, മാവേലിക്കര എന്നിവിടങ്ങളിൽ നിന്നും യഥേഷ്ടം ബസ് സൗകര്യം ലഭ്യമാണ്. കായംകുളം, മാവേലിക്കര എന്നിവയാണ് അടുത്തുള്ള ബസ് ഡിപ്പോകൾ.
മാവേലിക്കര, കായംകുളം, ചെങ്ങന്നൂർ എന്നിവയാണ് പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളമാണ് അടുത്തുള്ള എയർപോർട്ട്. മാവേലിക്കര, കായംകുളം, ചെട്ടികുളങ്ങര, തട്ടാരമ്പലം എന്നിവിടങ്ങളിൽ സർക്കാർ തലത്തിലും അല്ലാതെയും വിവിധ കാറ്റഗറികളിൽ താമസ സൗകര്യം ലഭ്യമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കണക്ക് പ്രകാരം ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന ക്ഷേത്രം ചെട്ടികുളങ്ങരയാണ്. എന്നാൽ അതിന് അനുസൃതമായി അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ അധികൃതർ തീർത്തും പരാജയമാണെന്ന് ഈ ക്ഷേത്രത്തിലേക്കുള്ള റോഡുകളുടെ ശോചനീയാവസ്ഥ തന്നെ സാക്ഷ്യം. പൊട്ടിപ്പൊളിഞ്ഞതും ഒരു മഴ പെയ്താൽ കാൽനടയാത്ര പോലും ദുസ്സഹമായ സാഹചര്യമാണ് ഇവിടെ. കൂടാതെ ക്ഷേത്ര കവാടമോ പാതയോരങ്ങളോ ഈ മഹാക്ഷേത്രത്തിന്റെ പാരമ്പര്യത്തിനും പ്രൗഢിക്കും യോജിക്കും വിധം അല്ലതാനും. അധികൃതർ ഇക്കാര്യങ്ങളിൽ ഇനിയെങ്കിലും ശ്രദ്ധ ചെലുത്തും എന്ന് പ്രതീക്ഷിക്കുന്നു.